ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കാളിയമർദ്ദനം. എല്ലാവരും ശ്രദ്ധയോടുകൂടി അവസാനം വരെ കേട്ട് പ്രാർത്ഥിക്കണം. സർപ്പങ്ങളുടെ ബദ്ധശത്രുവായ ഗരുഡൻ പണ്ട് എന്നും തന്നെ ഭൂമിയിൽ പറന്നു വന്ന് കാണുന്ന നാഗങ്ങളെ മുഴുവനും കൊന്നു ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷീന്ദ്രൻ്റെ ഉപദ്രവം കൊണ്ട് പന്നകവർഗമാകെ പരിഭ്രാന്തരായി വിഷമിച്ചു. ഇതിൽ നിന്നും രക്ഷ നേടുവാൻ എന്താണൊരു പോംവഴി എന്ന് എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചു. ഒടുവിൽ ഗരുഡനുമായി ഒരു സന്ധിയിൽ അവർ ഏർപ്പെട്ടു. എല്ലാ ദിവസവും ഒരു സർപ്പം വീതം ഗരുഡന്റെ പാർപ്പിടത്തിൽ ചെന്ന് അവന് ഭക്ഷണമായി തീരുക എന്നതായിരുന്നു ആ കരാറ്. അതനുസരിച്ച് വളരെ കാലം നാഗങ്ങൾ യാതൊരു മുടക്കവും കൂടാതെ കരാർ അനുസരിച്ച് പ്രവർത്തിച്ചു വന്നു. കാലാന്തരത്തിൽ രണ്ടു പക്ഷക്കാരും കൂടിച്ചേർന്ന് വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി. എല്ലാ ദിവസവും നാഗങ്ങൾ ഗരുഡവസതിയിൽ പോകേണ്ടതില്ല എന്നും അതിനു പകരമായി എല്ലാ പൗർണമി നാളിലും ഭൂവാസികൾ നൽകുന്ന സർപ്പബലികളുടെ ഹവിസ് പക്ഷീന്ദ്രന് കൊടുത്താൽ മതി എന്നുമായിരുന്നു ആ ഭേദഗതി. അതനുസരിച്ച് കുറെ കാലം പ്രവർത്തിച്ചു വന്നു. ഭീകരനും ഭീമാകാരനുമായ ഒരു ഉരകപ്രവരനായിരുന്നു കാളിയൻ. നാഗവംശം മുഴുവൻ ഒരു പക്ഷിയുടെ മുമ്പിൽ അടിമത്തം ഭാവിക്കുന്നത് ആക്ഷേപവും അപമാനവുമായി കാളിയന് തോന്നി. ഒരു ദിവസം അവൻ സർവസർപ്പങ്ങളെയും വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു: നാം എന്നും ഇങ്ങനെ ഒരു പക്ഷിയെ പേടിച്ച് അവൻ്റെ അടിമകളെ പോലെ ജീവിക്കുന്നത് നമുക്ക് ആക്ഷേപമാണ്. കശ്യപ പത്നിയായ കദ്രുവിൻ്റെ സന്തതികളാണ് നാം. കശ്യപ പത്നിയായ വിനീതയുടെ മൂത്ത പുത്രനാണ് ഗരുഡൻ. നമുക്കും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരേ പിതാവിൻ്റെ മക്കൾ. പോരെങ്കിൽ നമ്മുടെ അഗ്രജന്മാരായ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യതൽപ്പവുമാണ്. വാസുകി കൈലാസനാഥൻ്റെ ദിവ്യാഭരണവും. തക്ഷകൻ ദേവേന്ദ്രൻ്റെ ആത്മ കൂട്ടുകാരനുമാണ്. ഈ ഗരുഡന് വിഷ്ണുവിൻ്റെ ഒരു വാഹനം എന്നുള്ള നിലയല്ലാതെ മറ്റെന്ത് മഹത്വമാണ് ഉള്ളത്? അതിനാൽ ഇനിമേൽ നമുക്ക് അവകാശപ്പെട്ട ഹവിസ് അവന് കൊടുക്കുവാൻ പാടില്ല. അത് നമ്മുടെ വർഗത്തിന് പൊതുവെ ആക്ഷേപമാണ്. അവൻ നമ്മോട് പകവീട്ടാൻ വരട്ടെ. അപ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ഞാൻ നേരിട്ട് കൊള്ളാം. ഇതുവരെ അവന് കൊടുത്തിരുന്ന ഹവിസ് ഇന്നു മുതൽ ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്തു വരുമെന്ന് നോക്കട്ടെ. അങ്ങനെ അന്നു മുതൽ ഗരുഡന് അവകാശപ്പെട്ടിരുന്ന ഹവിസ് മുഴുവനും മുടങ്ങി. അത് കാളിയൻ ഒറ്റയ്ക്ക് ഭക്ഷിക്കാനും തുടങ്ങി. ഈ വിവരം ഗരുഡൻ അറിഞ്ഞു. അതീവ കോപവൈരാഗ്യത്തോടെ ഗരുഡൻ തൽക്ഷണം തന്നെ നാഗസങ്കേതമായ രമണദ്വീപിലേക്ക് പറന്നു. ശത്രു സംഹാരാർത്ഥം വായുവേഗം പറന്നടുത്തു വരുന്ന ഗരുഡനെ കണ്ട് വീറോടെ തൻ്റെ 1000 ഭണങ്ങളും വിടർത്തിക്കൊണ്ട് കാളിയൻ അത്യുഗ്ര സീൽക്കാരത്തോടെ മുമ്പോട്ടു ചാടി. തൻ്റെ സമീപത്തേക്ക് ചീറിക്കൊണ്ട് പാഞ്ഞടുത്തു വരുന്ന കാളിയനെ ഗരുഡൻ തൻ്റെ ചിറകുകൾ വിടർത്തി അതിശക്തിയോടെ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഊക്കോടെയുള്ള ആ പ്രഹരങ്ങളേറ്റ് കാളിയൻ തളർന്നു വീണു. ചിറകിൻ്റെ പ്രഹരമേറ്റ് കാളിയൻ ദൂരത്തേക്ക് തെറിച്ചു വീണു. പത്തികളായിരവും ചതഞ്ഞുപോയി. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ചിറകുകൾ പരത്തി ഗരുഡൻ കാളിയൻ വീണുകിടക്കുന്ന സ്ഥലത്തിനു മുകളിലെത്തി ഇപ്രകാരം പറഞ്ഞു: ഇനി നിന്നെ
ഭൂമിയിൽ കണ്ടുപോകരുത്. എന്നെങ്കിലും നിന്നെ ഭൂമിയിൽ കണ്ടു കഴിഞ്ഞാൽ അന്നു നിന്റെ അവസാനമായിരിക്കും. ഇക്കാര്യം ഓർമ്മയിരിക്കട്ടെ. ഇങ്ങനെയൊരു അന്ത്യശാസനം നൽകി ഗരുഡൻ അമ്പരവീഥിയിൽ മറഞ്ഞു. തളർച്ചയും മോഹാലസ്യവും ഒട്ടു ശമിച്ചപ്പോൾ കാളിയൻ എഴുന്നേറ്റു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഗരുഡൻ വരാത്ത ഒരു സ്ഥലം എവിടെയാണ് ഉള്ളത്? അവൻ ആലോചിച്ചു. അപ്പോഴാണ് കാളിന്തി നദിയുടെ ഗർത്തഭാഗത്തെക്കുറിച്ച് അവൻ ഓർത്തത്. പണ്ട് വിഷ്ണു ഭക്തോത്തമനായ സൗഭരി എന്ന ഒരു മഹർഷി നാട്ടിലും കാട്ടിലുമിരുന്ന് തപസ്സു ചെയ്താൽ പരിസര ചിന്തകൾ മൂലം തപസ്സിന് ഭംഗം വരുമെന്ന് ശങ്കിച്ച് പുണ്യവാഹിനിയായ യമുനയിൽ യോഗശക്തിയാൽ ജലസ്തംഭനം ചെയ്ത് 12 വത്സരം തപസ്സനുഷ്ഠിച്ചു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം കണ്ണുമടച്ചു ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ആ നദിയിൽ നിൽക്കുമ്പോൾ ഗരുഡൻ അതിൻ്റെ മുകളിൽ കൂടി പറക്കാനിടയായി. പറക്കുന്നതിനിടയിൽ അവൻ കീഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി പുളച്ചു കളിക്കുന്നത് കണ്ട് പെട്ടെന്ന് താഴോട്ട് വന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തെ കൊത്തിറാഞ്ചിക്കൊണ്ട് മേൽപോട്ടുയർന്നു. പറന്നു പോകുന്ന പോക്കിൽ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്ന ജലം തെറിച്ച് താഴെ ജപിച്ചുകൊണ്ടിരുന്ന മുനീശ്വരൻ്റെ ദേഹത്തിലും കൈകളിലും കോരിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിലും വീണു. പെട്ടെന്ന് കോപാവിഷ്ടനായി തീർന്ന മഹർഷി നേത്രങ്ങൾ തുറന്നു മേൽപോട്ട് നോക്കിക്കൊണ്ട് ഇപ്രകാരം ശപിച്ചു: ഈ മഹാത്മ്യമേറിയ ശ്രീസന്ധ്യാനേരത്ത് ഈ പാപകൃത്യം ചെയ്ത് എൻ്റെ സന്ധ്യാവന്ദനത്തിന് ഭംഗം വരുത്തുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തെ പിടിക്കുകയും ചെയ്തവൻ ആരു തന്നെയായാലും ഇനിമേൽ അവൻ കാളിന്തിയുടെ ഈ ഭാഗത്ത് പ്രവേശിച്ചാൽ അവൻ്റെ തല നുറുങ്ങി തകർന്ന് തെറിച്ചു പോകും. സൗഭരി മഹർഷിയുടെ ഈ ശാപം മൂലം കാളിന്തി നദിയുടെ ആ ഭാഗത്ത് ഗരുഡൻ കടക്കുകയില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി കാളിയൻ സാവധാനമിഴഞ്ഞിഴഞ്ഞ് നദിയിലെത്തി അതിൻ്റെ കയത്തിൽ ഒളിച്ചു താമസിച്ചു. ഏറെ താമസിയാതെ അവൻ്റെ പാർപ്പിട സ്ഥലം മനസ്സിലാക്കി ഭാര്യമാരും സന്താനങ്ങളും അവൻ്റെ ജാതിയിൽപ്പെട്ട മറ്റു ചില സർപ്പങ്ങളും അവിടെ എത്തിച്ചേർന്ന് അവരവിടെ ഒളിച്ച് താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ സൂര്യപുത്രിയായ കാളിന്തിയെ തൻ്റെ ആവാസസ്ഥാനമാക്കി അവിടെ അതിൻ്റെ അഗാധ കയത്തിൽ സർവാധികാരത്തോടുകൂടി തൻ്റെ സകല രൂക്ഷതകളും കാണിച്ചുകൊണ്ട് കാളിയൻ മേളിച്ചഹങ്കരിച്ച് ജീവിക്കുവാൻ തുടങ്ങി. ഗരുഡനെ ശപിച്ചതിനു ശേഷം സൗഭരി മുനി അന്നു തന്നെ ആ സ്ഥലം വിട്ടൊഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പതിവ് പോലെ ഗോക്കളുമായി വനത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അന്നു കാട്ടിൽ പോകേണ്ട എന്ന് യശോദ വളരെയധികം നിർബന്ധിച്ചു. പക്ഷേ കണ്ണനത് വകവച്ചില്ല. എന്താ ചെയ്യുക, തന്നിഷ്ടം പോലെയാണ് അവൻ്റെ പോക്ക് എന്ന് അമ്മ തന്നെത്താൻ മന്ത്രിക്കുകയും ചെയ്തു. അന്ന് ബലരാമനും അനുജനെ അനുഗമിച്ചില്ല. കണ്ണൻ കൂട്ടുകാരുടെ കൂടെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയി. പശുക്കളെ മേയാൻ വിട്ടിട്ട് അവർ കളികളിൽ ഏർപ്പെട്ടു. ഇടയ്ക്ക് കണ്ണൻ ഗോക്കൾക്ക് കർണസുഖം നൽകുവാനായി മനോഹരമായി ഓടക്കുഴൽ വായിക്കുമായിരുന്നു. ആ സമയം സുഹൃത്തായ ശ്രീധാമാവ് പറഞ്ഞു: കൃഷ്ണ, നമുക്കിന്ന് വഴി തെറ്റിപ്പോയോ? കാളിന്തിയുടെ ഈ തീരത്ത് ഇതിനു മുമ്പ് നാം വന്നിട്ടില്ലല്ലോ. ഇവിടെ ആകെ ഒരു മൂകത വ്യാപിച്ചിരിക്കുന്നു.
തണലുള്ള വൃക്ഷങ്ങൾ പോലുമില്ല. പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലുകളും വളരെ കുറവ്. ഈ സ്ഥലം നമുക്ക് പറ്റിയതല്ല. വെയില് മൂക്കും മുമ്പ് നമുക്ക് ഇവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറണം. ശരിയാണ് എന്ന് മറ്റു ഗോപന്മാരും അഭിപ്രായപ്പെട്ടു. സമയം ഉച്ചയോടടുത്തു. വെയിലിൻ്റെ കഠിനമായ ചൂടേറ്റ് എല്ലാവർക്കും ദാഹിച്ചു. അവർ കാളിന്തിയിലെ ഒരു ഗർത്തത്തിലിറങ്ങി കൈ നിറയെ വെള്ളം കോരിക്കുടിച്ച് ദാഹം ശമിപ്പിച്ചു. പുറകെ ഗോക്കളും വന്ന് അതേ ഗർത്തത്തിൽ നിന്നും ജലം പാനം ചെയ്തു. അയ്യോ കഷ്ടം! വെള്ളം കുടിച്ച ഗോപബാലന്മാരും ഗോക്കളുമെല്ലാം പെട്ടെന്ന് നദീതടത്തിൽ മരിച്ചു വീണു. എന്താണിതിന് കാരണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആലോചിച്ചു. കാളിയൻ എന്ന അതിദുഷ്ടനായ ഒരു സർപ്പം ആ നദിയിൽ അഹങ്കരിച്ചു വസിക്കുന്നു എന്നും അവൻ്റെ വിഷം കലർന്ന ജലം പാനം ചെയ്തതു മൂലമാണ് ഈ വിധത്തിലുള്ള അത്യാഹിതം സംഭവിച്ചതെന്നും ജ്ഞാനദൃഷ്ട്യാ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു. തൽക്ഷണം തന്നെ തൻ്റെ തൃക്കണ്ണുകളാൽ കണ്ണൻ ആ കുമാരന്മാരെയും ഗോക്കളെയും കരുണയോടുകൂടി ഒന്ന് കടാക്ഷിച്ചു. അവരെ ബാധിച്ചിരുന്ന സർപ്പവിഷത്തിൻ്റെ ശക്തി ഭഗവാന്റെ സ്നേഹത്തിനു മുമ്പിൽ അലിഞ്ഞ് ഇല്ലാതെയായി. അവർ ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെ പോലെ കണ്ണുകൾ തുറന്ന് കരചരണങ്ങളിളക്കി എഴുന്നേറ്റു. ദേവകീ നന്ദനന്റെ അരികത്തു വന്നു നിന്നു. ഗോക്കളും ജീവിച്ചെഴുന്നേറ്റ് കൃഷ്ണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അഹങ്കാരിയും ദുഷ്ടനുമായ കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് കൃഷ്ണൻ വിചാരിച്ചു. ആ ദുഷ്ടൻ തൻ്റെ ഭാര്യമാരോടും കൂട്ടുകാരോടും കൂടി കാളിന്തി കയത്തിൽ വാസമുറപ്പിച്ചിട്ട് കാലം കുറേയായി. ദുഷ്ടനായ കാളിയനിൽ നിന്നും പുറത്തു വന്നിരുന്ന കാളകൂട വിഷം കലർന്ന് ആ പുണ്യനദി മുഴുവനും വിഷമായി തീർന്നു. അവിടെ വസിച്ചിരുന്ന പക്ഷിജാലങ്ങൾ ആ വിഷജ്വാലയിൽ വെന്തു കരിഞ്ഞ് വെള്ളത്തിൽ വീണുകൊണ്ടേയിരുന്നു. നദീതീരത്ത് തഴച്ചു വളർന്നു നിന്നിരുന്ന സകലജാതി വൃക്ഷലതാദികളും തൃണസമൂഹങ്ങളുമെല്ലാം കാളിയന്റെ വിഷജ്വാലയേറ്റ് ഉണങ്ങി കരിഞ്ഞുപോയി. ആകെ പച്ച കെടാതെ ഒരു നീല കടമ്പു വൃക്ഷം മാത്രം അതിൻ്റെ തീരത്ത് നിൽപ്പുണ്ട്. അതങ്ങനെ ഉണങ്ങാതെ നിൽക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. പണ്ട് ഗരുഡൻ തൻ്റെ മാതാവായ വിനീതയുടെ ദാസ്യം തീർക്കുവാനായി ദേവകളെ തോൽപ്പിച്ച് ഇന്ദ്രലോകത്തു നിന്നും അമൃത കലശവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ കുറച്ചു സമയം വിശ്രമിക്കുവാനായി ആ നീലക്കടമ്പു മരത്തിൽ ഇരുന്നിരുന്നു. ഗരുഡന്റെ ഭാരം കൊണ്ട് വൃക്ഷം ഇളകിയപ്പോൾ കലശത്തിലിരുന്ന അമൃതം തുളുമ്പി ഏതാനും തുള്ളികൾ അതിൻ്റെ കൊമ്പിന്മേൽ പതിച്ചിരുന്നു. അന്ന് കാളിയൻ കാളിന്തി നദിയിൽ ഉണ്ടായിരുന്നില്ല. ആ അമൃതിൻ്റെ ബിന്ദുക്കൾ പറ്റിയിരുന്നതുകൊണ്ട് കാളിയന്റെ വിഷജ്വാലയേറ്റ ആ കടമ്പു മരം മാത്രം ഉണങ്ങാതെ പച്ച പിടിച്ച് നിന്നിരുന്നു. ആ നീലക്കടമ്പു മരത്തിൽ ഭഗവാൻ ചാടിക്കയറി അതിൻ്റെ അഗ്രഭാഗത്തിലെത്തി. നദിയിലേക്ക് വീക്ഷിച്ചു. വിചിത്രവർണ്ണങ്ങളോടുകൂടിയ നിരവധി പുള്ളികൾ നിറഞ്ഞ തൻ്റെ ശരീരം ഇളക്കി മറിച്ച് ആനന്ദത്തോടുകൂടി ഭാര്യമാരുമായി പുത്രന്മാരുമായി മേളിച്ചാനന്ദിച്ചുകൊണ്ട് കാളിയൻ കാളിന്തിയിൽ വിഹരിക്കുന്നത് കായാമ്പൂവർണ്ണൻ കണ്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ആ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ നിന്നും കണ്ണൻ കാളിന്തിയുടെ അന്തർഭാഗത്തേക്ക് കുതിച്ചു ചാടി. ആ പതനത്തിൻ്റെ ശക്തിയാൽ ഒരു പർവ്വതം പറന്നു വീണാൽ എന്നതുപോലെ നദീജലം
ഇളകി മറിഞ്ഞു. അതിൻ്റെ ഇരുകുലങ്ങളിലേക്കും ഓളങ്ങൾ അടിച്ചു കയറി. ഇത്ര ഊക്കോടെ ശബ്ദത്തോടെ എന്താണ് നദിയിൽ പതിച്ചതെന്ന് അറിയുവാനുള്ള ജിജ്ഞാസയോടുകൂടി കാളിയൻ അനവധി കൊടുമുടികളുള്ള തൻ്റെ ശരീരം ഒന്ന് ഉയർത്തി എത്തി നോക്കി. ഒരു കൊച്ചു ബാലൻ ഓളങ്ങളുമായി മല്ലിട്ട് നീന്തി നീന്തി തൻ്റെ അരികത്തിലേക്ക് വരുന്നു. കാളിയൻ കോപത്തോടെ ഇപ്രകാരം പറഞ്ഞു: എടാ, മരിക്കുവാൻ വേണ്ടി ഈ വെള്ളത്തിൽ ചാടി നീന്തുന്ന നീ ആരാണ്? എൻ്റെ വിഷജ്വാലയേറ്റ് ഒരു മത്സ്യം പോലും ഈ ജലത്തിൽ ജീവിക്കുന്നില്ല. പിന്നെന്തിനാണ് നീ എൻ്റെ അടുത്തേക്ക് ഈ വിധം വരുന്നത്? പാവം, ഇന്നു നീ നിന്റെ അന്തകനെയാണ് കാണാൻ പോകുന്നത്. തൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് പ്രതിയോഗിയെ ധരിപ്പിക്കുവാൻ വേണ്ടി കാളിയൻ സഹസ്രഭണങ്ങളും ഉയർത്തി നാസാരന്ധ്രങ്ങളിൽ കൂടി ഒന്ന് ചീറ്റിയപ്പോൾ ജലം അത്യുഗ്രശക്തിയോടെ മേൽപോട്ട് വളരെ ഉയരത്തിൽ പൊങ്ങി. കൃഷ്ണൻ അതുകണ്ടു തെല്ലും കൂസാതെ മുമ്പോട്ട് തന്നെ നീന്തിയടുത്തു. കാളിയന് കോപം വർദ്ധിച്ചു. തൻ്റെ കാളകൂട വിഷശക്തിയെ കേവലം ഒരു ചെറുക്കൻ അവഗണിക്കുന്നത് കണ്ട് അവന് നാണക്കേട് തോന്നി. തൻ്റെ പത്തികളായിരവും വിടർത്തിക്കൊണ്ട് ആ പന്നകേന്ദ്രൻ വൈരാഗ്യത്തോടെ ബാലകൃഷ്ണ രൂപത്തിലുള്ള പന്നകശായിയുടെ പൊൻപാദത്തെ ദംശിച്ചു. അത് വകവയ്ക്കാതെ വസുദേവസൂനു പിന്നെയും മുമ്പോട്ടടുത്തപ്പോൾ ആ ദുഷ്ടൻ കണ്ണൻ്റെ മർമ്മങ്ങൾ തോറും കടിച്ചു. മസ്തകങ്ങൾ കൊണ്ട് മെയ്യാകെ അടിച്ചു. അതോടൊപ്പം ആ കൊച്ചോമന പൂവുടൽ അടിമുടി തൻ്റെ ഗാത്രം കൊണ്ട് അവൻ ചുറ്റി വരഞ്ഞു മുറുക്കി. കുറേ നേരത്തേക്ക് കൃഷ്ണൻ ഒന്നും ചെയ്യാതെ അവശനെന്ന നിലയിൽ അവൻ്റെ ചുറ്റുകൾക്കിടയിൽ ഒതുങ്ങിക്കിടന്നു. അതുകണ്ട് ഗോപബാലന്മാർ കരയിൽ നിന്നുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് ഉച്ചത്തിൽ വിലപിച്ചു. ഗോക്കളും പുല്ലു തിന്നാതെ വിഷമിച്ചു നോക്കിക്കൊണ്ടു നിന്ന് കണ്ണുനീർ ഒഴുക്കി. അയ്യോ കൃഷ്ണ, നീ ഞങ്ങളെ വിട്ടേച്ചു പോയോ എന്നുള്ള ഗോപകുമാരന്മാരുടെ നിലവിളി ആ വനപ്രദേശം മുഴുവനും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പിന്നെയുള്ള സംഭവങ്ങളൊന്നും ബാലന്മാർ കണ്ടില്ല. അതെല്ലാം വെള്ളത്തിനടിയിൽ വെച്ചായിരുന്നു. അപ്പോഴേക്കും നേരം സന്ധ്യയോടടുത്തു. ആപത്തിനെ സൂചിപ്പിക്കാൻ എന്ന വണ്ണം ചുവപ്പു നിറം കലർന്ന മേഘശകലങ്ങൾ പശ്ചിമാകാശ ചക്രവാള സീമയിൽ പരന്നു. എന്നും ഗോക്കളും കൂട്ടുകാരുമായി ഗോപകുമാരൻ വരുന്ന സമയം കഴിഞ്ഞിട്ടും അവരുടെ ആഗമനം കാണാത്തതിനാൽ വൃന്ദാവനവാസികളാകെ പരിഭ്രാന്തരായി. പല ദുശ്ശകുനങ്ങളും അവിടെ കാണപ്പെട്ടു. തൻ്റെ കുഞ്ഞിനു വല്ല അപകടവും പിണഞ്ഞിരിക്കുമോ എന്നുള്ള ആധിയാൽ യശോദയുടെ ഹൃദയം വെന്തുരുകുവാൻ തുടങ്ങി. നന്ദഗോപർക്കും സമാധാനമില്ലാതെയായി. അച്ഛാ, പരിഭ്രമിക്കേണ്ട, കൃഷ്ണന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. വരാൻ താമസിക്കുന്നത് മറ്റു വല്ല കാരണവും കൊണ്ടായിരിക്കും എന്ന് ബലരാമൻ സാന്ത്വനപ്പെടുത്തിയിട്ടും ആർക്കും ഒരു സമാധാനവും വന്നില്ല. യശോദയെപ്പോലെ മറ്റു ഗോപനാരികളും അവരുടെ പുത്രന്മാരെ കാണാത്ത മനോവേദനയാൽ നെഞ്ചു തിരുമ്മിക്കൊണ്ട് കരയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, സംശയമില്ല. അസുരന്മാർ അവനെ അകപ്പെടുത്തുവാൻ പുറകെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യശോദ പിന്നെയും വിലപിച്ചു. കൃഷ്ണന്റെ കൂട്ടുകാരായ ബാലന്മാരുടെ മാതാപിതാക്കളും യശോദയോടൊപ്പം വിലപിച്ചു. അങ്ങനെ ഗോകുലം മുഴുവൻ കരച്ചിലായി. ഒടുവിൽ എല്ലാവരും കൂടി കാളിന്തി നദീതീരത്തിലേക്ക് പുറപ്പെട്ടു. നന്ദഗോപർ
ഉപനന്ദൻ തുടങ്ങിയ സർവപ്രമുഖ ഗോപന്മാരും ബലരാമനും യശോദ, രോഹിണി, രാധ തുടങ്ങിയ പ്രധാന സ്ത്രീകളും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കാളിന്തി തീരത്തിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി അവർ സഞ്ചരിക്കുമ്പോൾ ഗോപബാലന്മാരുടെ കരച്ചിൽ അവരുടെ കർണങ്ങളിൽ തറച്ചു കയറി. യശോദ തളർന്നു താഴെ വീഴുമെന്ന് കരുതി രോഹിണി ദേവിയെ താങ്ങിപ്പിടിച്ചു. നന്ദഗോപരെ ഉപനന്ദൻ പിടിച്ചിരുന്നു. അവർ രോദനം കേട്ട സ്ഥലത്തെത്തി. ബാലന്മാർ എല്ലാവരും അവിടെയുണ്ട്. കൃഷ്ണൻ മാത്രം ആ കൂട്ടത്തിലില്ല. യശോദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, എൻ്റെ ഉണ്ണി എവിടെ? എൻ്റെ പൊന്മകൻ ഉണ്ണി എവിടെ? കൺമണി തങ്കം, നിന്റെ അമ്മയെ വെടിഞ്ഞ് ആരോമലേ, നീ എവിടെ പോയി? നിന്നെ പ്രസവിച്ച നാൾ മുതൽ ഈ ദുഃഖം ഞാൻ അനുഭവിക്കുകയാണല്ലോ. ഗോപകുമാരന്മാർ കാളിന്തിയുടെ മധ്യഭാഗത്ത് കാളിയനാൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ണനെ കാണിച്ചു കൊടുത്തു. അയ്യോ പൊന്നുമകനെ, ചതിച്ചോ നീ എന്ന് പുലമ്പി നെഞ്ചത്തലച്ചുകൊണ്ട് യശോദയും നന്ദഗോപരും ഒരേ സമയം ആറ്റിലേക്ക് ചാടുവാനായി ഭാവിച്ചു. ബലരാമൻ തടുത്തുകൊണ്ട് സമാധാനപ്പെടുത്തി. അച്ഛാ, അമ്മേ, കരയാതിരിക്കൂ. കൃഷ്ണന് യാതൊരു അപകടവും വരികയില്ല. എത്രയെത്ര ആപത്തുകൾ അവനെ വന്നു ചുറ്റി. അവയിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു വന്നിട്ടില്ലേ? തൻ്റെ മാതാപിതാക്കളും സ്നേഹമേറിയ ഗോപികാ ഗോപന്മാരും ജ്യേഷ്ഠനും സഖികളും വിഷമിക്കുന്നത് കണ്ട് വിശ്വംഭരനായ കൃഷ്ണൻ കാളിയന്റെ ചുറ്റിൽ നിന്നും മോചനം നേടുവാൻ തീരുമാനിച്ചു. അതേവരെ അതിന് തുനിയാതിരുന്നത് അഹങ്കാരിയായ ആ ദുഷ്ടന് ഒരു മിഥ്യാജയബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഘാസുരന്റെ ഉദരത്തിൽ നിന്ന് വളർന്നതുപോലെ കാളിയന്റെ ചുറ്റിനകത്തു നിന്നുകൊണ്ട് സ്വയം ഭഗവാൻ വികസിക്കുവാൻ തുടങ്ങി. തൻ്റെ ഉടൽ മുഴുവനും പൊട്ടിത്തകരുമോ എന്ന് ഭയപ്പെട്ട് കാളിയൻ തൽക്ഷണം തന്നെ ചുറ്റഴിച്ച് ഉഗ്രകോപത്തോടുകൂടി ഭഗവാന്റെ നേർക്ക് കാളകൂട വിഷം ഛർദിച്ചു. ആ വിഷം ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ തന്നെയായ ശ്രീകൃഷ്ണൻ തത്സമയം ആ ദുഷ്ടസർപ്പത്തിൻ്റെ മസ്തകത്തിൽ ചാടിക്കയറി അവൻ്റെ ഓരോ ഭണത്തിന്മേലും മാറി മാറി തൻ്റെ തൃക്കാലുകൾ ചവിട്ടിക്കൊണ്ട് തിരുനടനം ആരംഭിച്ചു. കണ്ണൻ്റെ ഉണ്ണിക്കഴലുകൾ ഓരോന്നും ആ ദുഷ്ടസർപ്പത്തിൻ്റെ ഓരോ പത്തിമേലും പതിയുമ്പോൾ ഓരോ മല വന്നു വീണ് തൻ്റെ അസ്ഥികളെ മുഴുവൻ തകർത്തു ഞെരിക്കുന്നത് പോലെ കാളിയനു തോന്നി. കാർമുകിൽ വർണ്ണന്റെ കാളിയ മർദ്ദന തിരുനടനം കാണുവാൻ സകല ദേവീദേവന്മാരും അമ്പരവീഥിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഗന്ധർവ കിംപുരുഷന്മാർ സംഗീതമാലപിച്ചു. അപ്സരസുന്ദരികൾ ആനന്ദത്തോടുകൂടി ആടിക്കളിച്ചു. നാരദർ തമ്പുരുമീട്ടി. ബ്രഹ്മർഷികളും ചിന്മയന്റെ ദിവ്യനൃത്തം വീക്ഷിച്ച് വാഴ്ത്തി. നൃത്തം ചെയ്യുന്ന സമയം കാൽച്ചിലമ്പുകൾ താളത്തിനൊത്ത് കിലുങ്ങിക്കൊണ്ടേയിരുന്നു. കയ്യിലെ തരിവളകൾ മണിനാദം മുഴക്കിക്കൊണ്ടിരുന്നു. പീതാംബരം കാളിന്തി തോയത്തിൽ നനഞ്ഞ് അതിൻ്റെ മഞ്ഞ നിറം പകർന്നിരുന്നു. പീലിത്തിരുമുടിയിൽ നിന്നും ജലകണങ്ങൾ കവിൾത്തടങ്ങൾ വഴി പളുങ്കുമുത്തുകൾ പോലെ അടർന്നു വീണുകൊണ്ടേയിരുന്നു. കർണകുണ്ടല ഞാത്തുകൾ ആടിക്കൊണ്ടിരുന്നു. എളിയിൽ തിരുകിയിരുന്ന ഓടക്കുഴൽ ഇടയ്ക്കിടെ എടുത്ത് ഊതിക്കൊണ്ടേയിരുന്നു. എന്തിനു പറയണം, തിരുമെയ്യും തിരുവാഭരണങ്ങളും കണ്ണനോടൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു. മർദ്ദനം അവസാനിച്ചിട്ടില്ല, അതങ്ങനെ തുടരുകയാണ്. കൃഷ്ണന്റെ കായാമ്പൂ മേനിയിൽ തൂവിയർപ്പുകൾ പൊടിഞ്ഞു. മർദ്ദനം ഒന്നുകൂടി രൂക്ഷമായി.
കാളിയന്റെ ദർപ്പം മുഴുവനും അടങ്ങി. അവന്റെ ശരീരമാകെ തളർന്നു. ശ്വാസം നിലച്ചു. കണ്ണുകൾ തുറിച്ചു. ഭണങ്ങൾ സർവവും മടങ്ങി. എല്ലാ വക്ത്രങ്ങളിലും കൂടി ചോര കുടുകുടാ ഛർദിച്ചു. കാളിന്തി നദീജലം രക്തവർണമായി. പ്രാണവേദനയോടുകൂടി കാളിയൻ വാലു ചുഴറ്റി വെള്ളത്തിലടിച്ച് പുളയാൻ തുടങ്ങി. എന്നിട്ടും കൃഷ്ണൻ മർദ്ദനം അവസാനിപ്പിച്ചിട്ടില്ല. നൃത്തം തുടരുകയാണ്. കിങ്കിണി ജാലങ്ങളുടെ മണിനാദം അപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ ഭർത്താവിന് മരണം ആസന്നമായിരിക്കുന്നു എന്ന് കണ്ട് ഭയപ്പെട്ട് അവൻ്റെ പത്നിമാരായ നാഗവനിതകൾ തൊഴുകൈയോടെ താമരക്കണ്ണൻ്റെ മുമ്പിൽ വന്ന് അഭയം അഭ്യർത്ഥിച്ചു. ഭഗവാനെ കൃഷ്ണ, നിന്തിരുവടി സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ആർത്ത സംരക്ഷക കരുണാവാരിധേ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ തെറ്റ് ക്ഷമിക്കണമേ. അടിയങ്ങളെ വിധവകളാക്കി തീർക്കരുതേ. ഈ വിധം കരഞ്ഞുകൊണ്ട് ആ ഉരകനാരികൾ ഉത്തമ പുരുഷനെ വാനോളം വാഴ്ത്തി സ്തുതിച്ചു. തൻ്റെ മസ്തകത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പുണ്യബാലൻ സാക്ഷാൽ ജഗന്മയനായ ശ്രീനാരായണ മൂർത്തിയാണെന്ന് കാളിയനും ജ്ഞാനോദയമുദിച്ചു. അതോടുകൂടി ആ സർപ്പരാജൻ്റെ സർവദർപ്പങ്ങളും അവസാനിച്ചു. അവനും തൻ്റെ മസ്തകത്തിനു മുകളിൽ നിന്ന് തിരുനടനം ചെയ്യുന്ന ലോകനാഥനായ കൃഷ്ണനോട് മാപ്പിരന്നുകൊണ്ട് തന്നെ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചു. അതോടൊപ്പം അനന്തകോടി വിഷ്ണുനാമങ്ങൾ ജപിച്ച് അവൻ അദ്ദേഹത്തെ സ്തുതിച്ചു. കാളിയന്റെ പശ്ചാത്താപഭരിതമായ സ്തുതികൾ കേട്ടും അവൻ്റെ പത്നിമാരും കൂട്ടാളികളും തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും കണ്ട് ദയാവാരിധിയായ ദേവകീനന്ദൻ ഫണീന്ദ്രന്റെ ഭണങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി. ആ സമയം കാളിയൻ കൃഷ്ണനെ പലവുരു പ്രദക്ഷിണം ചെയ്തു 100 ദണ്ഡ നമസ്കാരങ്ങൾ അർപ്പിച്ചു. സ്വാമി, പരമാത്മസ്വരൂപമേ, അഹങ്കാരം കൊണ്ടടിയൻ പാപിയായി തീർന്നു. ധാരാളം അപരാധങ്ങൾ ചെയ്തു പോയി. അപരാധങ്ങൾ സർവവും ക്ഷമിച്ച് അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണമേ. വീണ്ടും വീണ്ടും കാളിയൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. എൻ്റെ പാദസ്പർശം നിന്റെ ശരീരത്തിലേറ്റതോടുകൂടി നിന്റെ സകല പാപങ്ങളും നശിച്ചിരിക്കുന്നു. ഇനിമേൽ ഈ കാളിന്തിയിൽ നീ താമസിക്കരുത്. എൻ്റെ അനുഗ്രഹത്താലും സ്പർശത്താലും ഈ കാളിന്തി ഘട്ടം ഇന്നു മുതൽ ഒരു പുണ്യതീർത്ഥമായി ഭവിച്ചിരിക്കുന്നു. നീ പോയി നിങ്ങളുടെ സങ്കേതമായ രമണകദ്വീപിൽ താമസിച്ചു കൊള്ളുക. നിന്റെ മസ്തകങ്ങളിൽ എൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ടുള്ളതിനാൽ ഗരുഡൻ മേലാൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. സന്തോഷമായി പൊയ്ക്കൊള്ളൂ. ഭാര്യമാരോടും സന്തതികളോടും അവൻ്റെ ജാതിവർഗങ്ങളോടും കൂടി കാളിയൻ ഭഗവാനെ താണു വീണു വന്ദിച്ചു. മൗലിയിൽ തൻ്റെ ഭണത്തിന്മേലിരുന്ന മരതക മാണിക്യ രത്നമെടുത്ത് അണിയിച്ച് തൊഴുത് വിടവാങ്ങി അവിടെ നിന്നും യാത്രയായി. കാളിയൻ കൃഷ്ണപാദങ്ങളിൽ വീണു നമസ്കരിച്ചതും അവൻ കാളിന്തി വിട്ട് രമണകദ്വീപിലേക്ക് പോയതുമൊന്നും കൃഷ്ണമായ വൈഭവത്താൽ കരയിൽ നിന്നവർ ആരും കണ്ടില്ല. നേരം അപ്പോഴേക്ക് സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ചുമന്ന മേഘങ്ങൾ മറഞ്ഞു. അന്തിക്കാറ്റ് വീശിത്തുടങ്ങി. തൻ്റെ പുത്രിയായ കാളിന്തി ഭഗവാന്റെ പാദസ്പർശത്താൽ പുണ്യവതിയായി തീർന്നത് കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആദിത്യനും അഗസ്ത്യഗിരിയെ പ്രാപിച്ചു. ഈ സമയം കണ്ണൻ മന്ദഹാസത്തോടുകൂടി മന്ദാകിനി നീന്തി കരയ്ക്കടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് വന്നു നിന്നു. യശോദ
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് മകനെ വാരിയെടുത്ത് വാത്സല്യപൂർവം അടിമുടി ചുംബിച്ചു. തൻ്റെ മടിയിലിരുത്തി ആ അമ്മ മകനെ താലോലിച്ചു. നന്ദനും സന്തോഷത്തോടുകൂടി മകനെ എടുത്ത് ചുംബിച്ചു. നഷ്ടപ്പെട്ടുപോയ മകനെ തിരിച്ചു കിട്ടിയ മാതിരിയുള്ള സന്തോഷത്താൽ ആ മാതാവും പിതാവും മകനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ചുംബിച്ച് നിർവൃതി സുഖം നേടി. ബലഭദ്രൻ അടുത്തു വന്ന് അനുജനെ സ്നേഹവാത്സല്യത്തോടെ മെയ്യോട് ചേർത്തു പിടിച്ച് കാളിയ ദംശത്താലുണ്ടായ ക്ഷതങ്ങളെ തടവി ആശ്വസിപ്പിച്ചു. അതോടുകൂടി ആ പാടുകൾ പാടെ മാഞ്ഞുപോയി. സഖികളായ ഗോപകുമാരന്മാർ കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് എന്തെല്ലാം വിധം സ്നേഹപ്രകടനങ്ങളാണ് കാണിച്ചതെന്ന് കണക്കില്ല. കൃഷ്ണ, കാളിയൻ കടിച്ചപ്പോൾ നിനക്ക് വേദനിച്ചില്ലേ കൃഷ്ണ? നീ നിലവിളിച്ചോ? വെള്ളത്തിൽ വീണപ്പോൾ നിനക്ക് വീർപ്പ് മുട്ടിയോ കൃഷ്ണ? നീ ചത്താൽ ഞങ്ങളും വെള്ളത്തിൽ ചാടി ചാകാൻ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ കൃഷ്ണ, നീ എന്തിനാണ് ആറ്റിലേക്ക് ചാടിയത്? ഇങ്ങനെ പലതും ചോദിച്ചുകൊണ്ട് അവർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. നേരം ഇരുട്ടിയതിനാൽ അന്ന് ഗോകുലത്തിലേക്ക് ആരും തിരിച്ചു പോയില്ല. ആധിയും വ്യാധിയും മൂലമുണ്ടായ ദുഃഖത്താലും അവർ അത്രമാത്രം ക്ഷീണിതരായിരുന്നു. പോരെങ്കിൽ കൂരിരുട്ടും. പശുക്കളെ അവിടെ മേയാൻ വിട്ടിട്ട് അവർ ആ നദീതീരത്തു തന്നെ രാത്രി കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചു. കൃഷ്ണന്റെ വേണുനാദം അപ്പോഴും ഇമ്പം കലർന്ന് മധുരമായി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ക്ഷീണം കൊണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയം അപ്രതീക്ഷിതമായി ഒരു കാട്ടുതീ അവിടെ വ്യാപിച്ചു. എരിപിരി പൊള്ളിക്കൊള്ളുന്ന ചൂടേറ്റ് എല്ലാവരും പരിഭ്രമിച്ച് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. 4 വശവും അഗ്നി പടർന്നു പിടിച്ച് കത്തി എരിഞ്ഞു പൊങ്ങുന്നു. എങ്ങോട്ടോടിയാലും രക്ഷയില്ല എന്നുള്ള വിധത്തിലാണ് കാടാകെ അഗ്നി പടർന്നു പിടിച്ചിരിക്കുന്നത്. അയ്യോ കൃഷ്ണ, കൃഷ്ണ, കാട്ടുതീ! എന്താണിത്? കാളിയന്റെ വിഷജ്വാലയാണോ? അയ്യോ കൃഷ്ണ എന്ന് എല്ലാവരും കൂടി ഉച്ചത്തിൽ കൃഷ്ണനെ വിളിച്ച് മുറവിളി കൂട്ടി. അമാനുഷികമായ ഒരു ശക്തി കൃഷ്ണനിൽ ഉണ്ടെന്നുള്ള ബോധ്യം അവരിൽ ജനിച്ചതുകൊണ്ടായിരിക്കണം അവർ കൃഷ്ണനെ വിളിച്ച് ഈ വിധം കരഞ്ഞത്. ഭഗവാൻ തൽക്ഷണം തന്നെ എല്ലാവരും കാണുകെ, എന്നാൽ മായയുടെ മറവിനാൽ അവർക്ക് കാണാൻ പാടില്ലാത്ത വിധം അഗ്നിയെ വായ പൊളിച്ച് തന്നിലേക്ക് വലിച്ചു വിഴുങ്ങി. അതോടുകൂടി പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന അഗ്നി ഭഗവാന്റെ ഉദരത്തിൽ അടങ്ങി. ഭഗവാന്റെ മുഖത്തു നിന്നാണ് അഗ്നിയുടെ ഉത്ഭവം. ആ മുഖത്തു തന്നെ അഗ്നി ചെന്നു ലയിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് അവർ ആരും അന്നുറങ്ങിയില്ല. ഉറങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. കൃഷ്ണനെക്കുറിച്ച് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് രാത്രി അവർ കഴിച്ചുകൂട്ടി. രാധയ്ക്ക് മറ്റുള്ള ഗോപാംഗനകളെ അപേക്ഷിച്ച് കൃഷ്ണനോട് പ്രത്യേകമായ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. തന്മൂലം ഇടയ്ക്കിടെ അവൾ കണ്ണനെ വന്നു തലോടി ആനന്ദിപ്പിച്ചുകൊണ്ടേയിരുന്നു. നേരം പുലർന്നപ്പോൾ അവരെല്ലാവരും ഗോക്കളോടും കൂടി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു. അഗ്നി തനിയെ കെട്ടു എന്നതല്ലാതെ ആരും അത് കൃഷ്ണൻ വിഴുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കിയതേയില്ല. ഹരേ കൃഷ്ണ. ഇതാണ് ശ്രീമദ് മഹാഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാളിയമർദ്ദനം. കാളിയമർദ്ദനം കേട്ടു പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തിയുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.